ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇത് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് കാണണേ, അങ്ങനെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിവിടെ 1/4 കിലോ വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സാണ്, 10 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഞാൻ ചതച്ചെടുത്തതാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഇനി ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം. നമുക്ക് ഓൺ ചെയ്യാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഇടാം. എരി പോരാത്തവർക്ക് മുളകൊന്നും ചേരാൻ കേട്ടോ. നെയ്യ് ചൂട് വെച്ചിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാം. നന്നായി പച്ച മണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇച്ചിരി കറിവേപ്പില ഇടാം. ഞാനിത് മൂടി വെക്കാതെയാണ് വെണ്ടയ്ക്ക കുക്ക് ചെയ്യുന്നത്. എന്നാലും ആ വഴുവഴുപ്പൊന്നും ഉണ്ടായില്ല. വളരെ ടേസ്റ്റിയാണിത്. ഉപ്പിടാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. തീരെ കുഞ്ഞായിട്ടല്ല, ഞാൻ കുറച്ച് ഇത്രയും വലിപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അരിയുന്നതാണ് നല്ലത്. ഒത്തിരി ചെറുതായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുഴഞ്ഞു പോകും. ഇനി നമുക്ക് വഴറ്റണം. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയുമാണ്. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.